രജൽ, വളരെ വൈകാരികമായാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ പ്രതികരിക്കുന്നത് ഈ സംഭവത്തിൽ. പക്ഷെ വൈകാരികമായ ഒരു പ്രതികരണത്തിന് സ്ഥാനമുണ്ടോ, അതോ സാങ്കേതിക കാരണങ്ങൾ അത് അംഗീകരിക്കേണ്ടതാണോ എന്നതാണ് ഈ അവസരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. മോദി തീർച്ചയായിട്ടും ഒരു ഉറച്ച മെഡൽ പ്രതീക്ഷ, ഒരു സ്വർണ്ണ മെഡൽ പ്രതീക്ഷ അത് കയ്യെത്തും ദൂരത്ത് വഴുതി പോകുന്നു. ഈ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെയാണ് താരം വൈകാരികമായ ഒരു കുറിപ്പിലൂടെ തന്നെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അവർ പറയുന്ന കാര്യം 3-4 വരികളിൽ അവർ അവരുടെ വൈകാരികമായ കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. തനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി വിജയിച്ചിരിക്കുന്നു, താൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞില്ല. ഇനി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മത്സരിക്കാൻ തനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എക്സിൽ ഒരു കുറിപ്പിലൂടെ തന്നെ ഈ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഫൈനൽ മത്സരത്തിൽ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിന്റെ ഫൈനൽ മത്സരത്തിൽ അയോഗ്യയാക്കപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ അവർ ഒരു കായിക തർക്ക പരിഹാര കോടതിയിൽ ഒരു അപ്പീൽ നൽകിയിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ ഇടക്കാല ഉത്തരവ് ഇന്ന് വരാനിരിക്കെ കൂടിയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. എന്തായാലും വലിയ നിരാശയിൽ തന്നെയാണ് ഇന്ത്യയിലെ കായിക പ്രേമികളെല്ലാം തന്നെയും. കാരണം ഒരു സ്വർണ്ണ മെഡൽ പ്രതീക്ഷ അത് അവസാന നിമിഷം നഷ്ടപ്പെടുന്നു. മാത്രമല്ല, അതൊരു നേരിയ വ്യത്യാസത്തിൽ 50 കിലോഗ്രാം അനുവദനീയമായതിലും 100 ഗ്രാം അധികമായി ഭാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അവസാന നിമിഷത്തിൽ മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കിയത്. അതിന് പിന്നാലെ വലിയ രീതിയിൽ രാജ്യം ഒന്നടങ്കം തന്നെ താരത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇതെല്ലാം തന്നെ നടക്കുമ്പോഴും വലിയ നിരാശയിലായിരുന്നു അവർ. ഇന്നലെ അവരെ പാരീസിലെ തന്നെ ഒരു ആശുപത്രിയിൽ ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനവുമായി താരം രംഗത്തെത്തിയിട്ടുള്ളത്. കോമൺവെൽത്ത് ഗെയിംസിൽ, അതോടൊപ്പം തന്നെ ഏഷ്യൻ ഗെയിംസിലെല്ലാം ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്നിട്ടുള്ള താരമാണ്. 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. ടോക്കിയോയിലടക്കം നിരാശയായിരുന്നു ബലമെങ്കിൽ കൂടിയും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു താരം. ലോക ചാമ്പ്യന്മാരടക്കമുള്ള ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ അടക്കം തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഫൈനലിലേക്ക് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞതൊരു വെള്ളി മെഡലെങ്കിലും ഗോദയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷയാണ് അവസാന നിമിഷം അസ്ഥാനത്തായി മാറിയത്. അത് വലിയ നിരാശയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ കായിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 ദിവസങ്ങൾ അത് ഒട്ടും ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാകും. കാരണം സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായത്. മോത്തി, രജനി, ഈ തർക്കപരിഹാര കോടതിയെ സമീപിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് പോസിറ്റീവായ ഒരു മാറ്റം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മത്സരം പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു. അതിൽ സെമി ഫൈനലിൽ താരം പരാജയപ്പെടുത്തിയ അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയ താരം വെള്ളി മെഡലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വേൾഡ് റെസ്ലിംഗ് അസോസിയേഷനും ഇക്കാര്യത്തിൽ ഇടപെടലിനുള്ള സാധ്യത പരിമിതമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു. അതിലെല്ലാം തന്നെ ഒരു പോസിറ്റീവായ പ്രതികരണമല്ല അവർക്കൊന്നും തന്നെ ലഭിച്ചിരിക്കുന്നത്. കാരണം കർശനമാണ് നിയമം എന്നാണ് രാജ്യാന്തര ഒളിമ്പിക്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന സൂചന അവരും നൽകിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ ഒരു വലിയ അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനത്തിനുള്ള സാധ്യത വളരെ നേർത്തതാണ്. അതുകൊണ്ട് അത് താരം കൂടി അക്കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാവണം ഇപ്പോൾ ഇത്തരം ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് താരം എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തർക്കപരിഹാര കോടതിയിൽ നിന്ന് ഇന്ന് ഇടക്കാല ഉത്തരവ് വരുന്നുണ്ട്. പക്ഷെ മത്സരം പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, റെസ്ലിംഗ് ഫെഡറേഷനോ റെസ്ലിംഗ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കർശനമായ ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ. തീർച്ചയായിട്ടും രജിൽ രാജ്, അത് അങ്ങനെയാണ്. നമുക്കൊരു പ്രതീക്ഷയുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിലും നമ്മൾ ഇന്ത്യക്കാർ പ്രതീക്ഷിക്കാൻ ഇപ്പോൾ